രേണു സുധിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു വോയിസ് കേട്ടു, നമുക്കൊന്ന് കേൾക്കാം. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ശശികലയാണ് സാറേ. ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ്. നമ്മള് 450 രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതു നേരവും സംസാരിച്ചോണ്ട് വീഡിയോ ചെയ്യുന്നു കണ്ട. എല്ലാവരും വീഡിയോ റീൽസും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. നല്ല പിള്ളേര് ഈ നാട്ടിലുണ്ട്. ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങള് ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺപിള്ള കോപ്രായം കാണിക്കുന്നത്? ഈ കൊല്ലം ഒരുത്തന്റെ ഭാര്യയാണ് ഇവള് എന്നാ പറയുന്നത്. 2 ആമക്കളൊക്കെ ഉണ്ട്, ഇവർക്ക് ഒരു കുഞ്ഞേ ഉള്ളു. ഇവർക്ക് 10-13 വയസ്സുണ്ട്. സാറേ, എന്തോരം ഇന്ത്യയിൽ മൊത്തം എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട്. എന്തോരം നല്ല കുട്ടികളുണ്ട്. ഈ പെണ്ണുമ്പിളക്ക് വല്ല തൊഴിലുറപ്പിനും പോയിക്കൂടെ? എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത്? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിരിക്കും കൂടുതലും പിള്ളേര്. ഫോൺ അഡിക്റ്റഡ് ആണ് മിക്കവരും. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ മോശമാകെയല്ലേ ഈ സ്ത്രീ കാരണം? അവരെന്തോ ഈ റീൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാ? ഇവര് റീൽസ് എന്നും പറഞ്ഞ് കാണിക്കുന്ന അവളെ കയറി കെട്ടിപ്പിടിക്കുന്നു, ഞെക്കുന്നു, ഉമ്മ വെക്കുന്നു. ഈ പട്ടപ്പകല് നാട് റോഡേറ്റ് വരെ. ഇപ്പൊ ഈ കൊച്ചിയിലും കണ്ട നിന്നൊരെണ്ണം കാണിച്ചിട്ട് വണ്ടിക്കാരെല്ലാം കൂടി തെറിയും വിളിച്ചു പോണതുണ്ട്. ഇതിനെ പിടിച്ചൊന്ന് ജയിലിടാം വല്ല വഴിയുണ്ടോ? രേണു സുധിക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തതാണ് അമ്മ. ഈ പറയുന്ന അമ്മച്ചി വിളിച്ചു പറഞ്ഞത് പോലീസുകാരൻ്റെ അടുത്ത്. പോലീസുകാരുടെ അടുത്ത് പറഞ്ഞാൽ പോലീസുകാരൻ കൗശലക്കാരനായിട്ട് വളരെ കൗതുകപൂർവ്വം അതങ്ങോട്ട് എടുക്കുക, ക്യാപ്ചർ ചെയ്യുക, പബ്ലിക്കിൽ ഇട്ട് കൊടുത്തു എന്നാണ് അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണം. അയാൾ കൃത്യനിർവഹണം നടത്തുന്നിടത്ത് ഈ പോക്കത്തരം കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഇനിയിപ്പം നിങ്ങൾ രേണു സുധിക്ക് സപ്പോർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുധിയുടെ സപ്പോർട്ട് അവിടെ നിൽക്കട്ടെ. ആ പെങ്കുച്ച് എന്തെങ്കിലും പേക്കൂത്ത് കാണിക്കട്ടെ. ഈ അമ്മച്ചിക്ക് എന്തിൻ്റെ കേടാ? സദാചാരവാദ തള്ള. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? നിങ്ങളെന്തിനാ അപ്പോൾ അതൊക്കെ നോക്കാൻ പോണേ? ഇപ്പോൾ കൊച്ചുങ്ങൾ നോക്കുന്നത് കൊണ്ട് വഴിയാ, അത്രയ്ക്കൊന്നും വൾഗറല്ല. പ്രശ്നം എത്രയേ ഉള്ളൂ. സാധാരണ നമ്മളൊരു സിനിമ ആക്ട്രസിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ അവർ അവതരിപ്പിച്ച 1-2 സിനിമയുണ്ട്. രേണു അവതരിപ്പിച്ചപ്പോൾ 1-2 പിന്നെ എന്തോ പാട്ട് സീൻ എന്തോ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കൊച്ചു പയ്യന അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് പ്രണയം കാണിക്കുന്നു, തുള്ളുന്നു, കുതിക്കുന്നു, ആകെ പ്രശ്നം. കൂടെ വയ്ക്കുന്ന കൊച്ചാണെങ്കിലും കുഴപ്പമില്ല. ഈ പെണ്ണാണെങ്കിൽ പടുകിളവി, ആ ചെറുക്കനാണെങ്കിൽ ഒരു പൊടി ചെറുക്കന്. നമുക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരാജകത്വം, ഒരു കിരികിരിപ്പ്, അങ്ങനെ പറയാം. പിന്നെ അസൂയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. നമുക്ക് ഭയങ്കര അസൂയ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുക തന്നെ ചെയ്യും. കമൻറ്റിൽ കൂടെ പലതും പറയുന്നുണ്ട്. അതിൽ പോരാതെ നമ്മളും പറയുന്നുണ്ട്. പറഞ്ഞാൽ പോരെ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചെന്തെന്ന് പറയാൻ? അയ്യോടാ, ഈ അമ്മയ്ക്ക് ഈ പെണ്ണിനെ പറ്റി ഇങ്ങനെ പറയാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. അത് കേട്ട സ്ഥിതിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ആ വോയിസ് എടുത്ത് പബ്ലിക്കിൽ ഇട്ട് കൊടുത്ത ആ പോലീസുകാരൻ ആ പദവിയിലിരിക്കാൻ അർഹനുമല്ല. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ സുധിയുടെ ഭാര്യയുടെ കേസ്. സുധിയുടെ ഭാര്യ എന്ന് പറയുന്നിടത്ത് തന്നെ ആ ഒരു സാധനം അവിടെ തീർന്നു. കാരണം അയാളുടെ വൈഫായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് ആ പെൺകുച്ചിന് ആ പ്രീഷ്യസ്നെസ് അല്ലെങ്കിൽ പ്രിയോറിറ്റി ഒക്കെ കിട്ടിയത്. ആരാണോ ഈ പെൺകുട്ടി ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരിയായത്, അവൾ തന്നെ പകച്ച് പണ്ടാരമണങ്ങി കുത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാണ്ട. അബദ്ധം എന്ന് പറഞ്ഞാൽ 8 നിലയിൽ അബദ്ധം പറ്റിയിട്ടിരിക്കുകയാണ്. കൊണ്ട് നടക്കുന്നവർ അവളെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അവൾക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ താനെന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടുള്ള സംഗീത കലാപരിപാടിയുമായിട്ട് മുൻപോട്ട് പോകുന്നു. എനിക്ക് കോമഡി ആയിട്ട് തോന്നിയെന്നറിയാമോ? ചുറ്റമ്പലത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നു. ആ ചെറുക്കനുമായിട്ട് സംസാരിച്ചിട്ട് വരുന്നു. പ്രണയദാഹത്തായി വിട്ടുപോകാൻ പറ്റാതെ തിരിച്ച് അതേ പ്രണയത്തിൻ്റെ മറ്റേ മൂർധന്യ കെട്ടത് തിരിച്ച് ഓടുന്നു. ആകെ കുഴപ്പം തന്നെ. എൻ്റെ കൊച്ചെ അല്ലേ വേണ്ട, എന്തിന് വെറുതെ. എൻ്റെ പൊന്നോളെ, പത്തല് വെട്ടി പാവാട പൊക്കി പ്ലാച്ചെന്ന് എനിക്ക് 2 തരാൻ ആളില്ലാത്തതുകൊണ്ടാണ് നീ ഈ കുത്തിക്കഴപ്പത്രയും കാണിക്കുന്നത്. അതല്ല, ഈ അമ്മ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇവക്ക് വല്ല തൊഴിലുറപ്പിനും പോയിക്കൂടിയാണ്. ചേട്ടാ, തൊഴിലുറപ്പ് ഭയങ്കര പൈസ കിട്ടുന്ന ജോലിയാണെങ്കിൽ ഇതുപോലെ സെക്രട്ടേറിയറ്റ് പഠിക്കലും പോയിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ തൊഴിലുറപ്പ് ശരിയല്ലെന്ന്, കാശ് കിട്ടുന്നില്ലെന്ന്. അങ്ങനെ കാശ് കിട്ടാത്ത ഒരു തൊഴിൽ മേഖലയിലേക്ക് ഈ പെൺകുട്ടിയെ പറഞ്ഞു വിട്ട് ഈ തള്ളയും പിടിച്ച് അകത്താക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അവളുടെ സ്വാതന്ത്ര്യത്തിൽ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. അത് കാണണമെങ്കിൽ കാണണ്ട. ഇതിനെക്കാട്ടി വലിയ കൂത്തുകളൊക്കെ നമ്മൾ റോഡിൽ കാണുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്നത് അവിടെ നിൽക്കട്ടെ, റോഡിൽ കിടന്ന് കാണിക്കുന്നുണ്ടല്ലോ പല പേക്കൂത്തുകളും നമ്മൾ കാണാറുണ്ട്. ഡാൻസ്, ബെല്ലി ഡാൻസ്, ആ ഡാൻസ്, ഈ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ട്. ഇതൊക്കെ കലയാണ്. കലാപരമായ വാസനകളില്ലാത്ത അമ്മച്ചി ചുമ്മാ ഒരുമാതിരി അവർക്ക് കുത്തിക്കറുപ്പാണ്. അത് മാത്രമല്ല അവർക്ക് ഭയങ്കര അസൂയാണ്. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. രേണു കൊച്ചിനെ കണ്ടില്ലേ,
അതീവ സുന്ദരിയായ ലോക സുന്ദരി പട്ടത്തിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിൽക്കുന്ന സുന്ദരി തരുണി മണികളിലെ അത് തന്നെ അങ്ങനെയുള്ള പാവ എൻ്റെ രേണു കൊച്ചിനെ പറ്റി ഇങ്ങനെ അസംബന്ധം പറയുന്ന ഈ സ്ത്രീക്ക് ആരാണ് അവകാശം കൊടുത്തത്? ഇവരെ നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടിനെയും പിടിച്ചകത്താക്കണമെന്നാണ്. ആരാ? പോലീസുകാരനെയും പിടിച്ചകത്താക്കണം. പോലീസുകാരനല്ലേ ഇത് പബ്ലിഷ് ചെയ്തത്. ഇതിലേക്ക് ഫോൺ വിളിച്ച് ഈ തളയും പിടിച്ചകത്താക്കണം. രണ്ടും ഇതിനകത്ത് കിടക്കട്ടെ എന്നാണ്. രേണു ചേച്ചി അത് കുറച്ചുകൂടെയൊക്കെ കാണിക്കണം. നമുക്ക് നല്ല നേരം പോകും. നല്ല കണ്ടൻറ്റാണെന്നേ അവരെ നമുക്ക് കണ്ടൻറ്റ് തന്നുകൊണ്ടിരിക്കും ആ പെങ്കൊച്ചിങ്ങനെ. ഇതിനകത്ത് ആകെ വിഷമിക്കുന്ന ആരാണെന്നറിയാം? ചെറുക്കനാണ്. തലയെടുത്ത മക്കളുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ കിടന്ന് കൂത്തഴിയരുത് എന്നുള്ളതാണ്. ഇനി ആ ചെറുക്കൻ ചെയ്യാൻ പോണ അടുത്ത പരിപാടി എന്തെന്നറിയാമോ? ഈ പെണ്ണുമ്പോൾ എൻ്റെ തള്ളയൊന്നുമല്ല, അതെൻ്റെ രണ്ടാനമ്മച്ചിയാണ്, അവളെന്ത് ഭ്രാന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ ഇതിനകത്ത് ഇല്ല എന്ന് അവനങ്ങോട്ട് പറയും. ഈ ഇടയ്ക്ക് ഏതോ ഒരു ലൈവിൽ ആ ചെറുക്കൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പബ്ലിക്കായിട്ട് പറയും. വേണമെങ്കിൽ ഇവൾ ഫംഗ്ഷൻ നടത്തുന്ന ഒരു അടിയും പറ്റിച്ചിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോകും. അതിനാണ് ഈ കുത്തിക്കഴപ്പത്ര ഈ പെണ്ണ് കിടന്ന് കാണിക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും പടുമോശം. ഇങ്ങനെ ഒരാളെ അവഹേളിക്കേണ്ട കാര്യവുമില്ല. അവഹേളനപരമായി പുള്ളിക്കാരത്തി അത് കാണിക്കണതും ശരിയല്ല. അതുമാത്രവുമല്ല, പരാതി കിട്ടിയാൽ ആ പരാതിയിൽ ആക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ പരാതി മാനിപ്പുലേഷൻ പോലുള്ള പരാതികളാണ് അല്ലെങ്കിൽ റോങ് പരാതികളാണെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തുകയോ ചെയ്യുന്നതിന് പകരം അത് പബ്ലിക്കിൽ ഇട്ടുകൊടുത്ത് വീണ്ടും വീണ്ടും രേണുവിനെ അപമാനിക്കാൻ ശ്രമിച്ച ഇങ്ങർക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് രേണുവിനോട് പറയാനുള്ളത്. രേണുവിനൊപ്പം സുധിക്കൊപ്പം ഇല്ല, സുധി മിക്കവാറും രക്ഷപ്പെട്ട്. ചുമ്മാ അല്ല, ഒന്നും പറയുന്നില്ല. നേരത്തെ കാലത്തെ പോയി ചേർന്നതുകൊണ്ട് ആ കൊച്ചിന് ഇതൊന്നും കാണേണ്ടി വന്നില്ല എന്നുള്ള ഒരു സമാധാനം മാത്രമാണ് ഇപ്പം എനിക്കുള്ളത്. ഒരു 50 പൈസയ്ക്ക് അടങ്ങ് വെച്ച് എന്തൊരു തിളകിണത് നീ കിടന്നിട്ട്. അവർ പറഞ്ഞത് ഒരു പകുതി വരെ ശരിയാണ്, പക്ഷെ അത് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ അവർ പറഞ്ഞത് കറക്റ്റാണ്. ഒരു 50 പൈസയ്ക്ക് അടങ്ങാൻ പറ്റുമോ? കാലിണക്കി അവനവൻ്റെ സ്വരൂപം ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നിന്ന് നോക്കടി വെച്ച് കരിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട പഠിച്ചോനെ കഥകളി തോറ്റു. അമ്മാതിരിയത്തെ കഴിവരപ്പാണ്. എന്താന്ന് ഉദ്ദേശിച്ച് നടക്കണത് എന്തോ ശിവനറിയാം. ഏതായാലും ഉത്സാഹ കമ്മിറ്റിയും പിന്നെ പിരിവ് കമ്മിറ്റിക്കാർക്കൊക്കെ സമാധാനമായിരുന്നു. അണ്ണാക്കി പിരിവെട്ടിക്കണം, കാശ് ഇട്ടും കൊടുത്തു. കാണിക്കുന്ന പേക്കൂത്തെല്ലാം കാണുകയും വേണം. ആകെ ഗതി കെട്ടിട്ട് ആ പണ്ടാരം കുത്തിയിരിക്കുന്നത് സുധിയുടെ ഫാൻസും സുധിയുടെ ഫാൻസ് എന്ന നിലയിൽ ഇവൾക്ക് വീട് വെച്ച് കൊടുത്ത മന്ദബുദ്ധികളുമാണ്. നല്ലത്.